Wow, 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 wow. Super excited, super excited, super excited. ഹോ ഗായ്സ്, നമ്മളുടെ സൂപ്പർമാൻ്റെ പുതിയ ട്രെയിലർ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് റിലീസ് ചെയ്തു. അയ്യോ അയ്യോ അയ്യോ, ടോട്ടലി മൈൻഡ് ബ്ലോയിങ് എന്ന് പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു ട്രെയിലർ ഞാൻ കണ്ടു. DCB ലൈക്ക് ഇറങ്ങ ബായ്, ഇറങ്ങ, വി ആർ കമ്മിങ്. ലിറ്ററലി അവർ പറഞ്ഞിരിക്കുകയാണ്, ഇതാ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മാർക്ക് മൈ വേർഡ്സ് ഗൈസ്, ദിസ് ഈസ് ഗോണ ബി ഹ്യൂജ്. അതായത് ബാറ്റ്മാൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള DC യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്നാക്ക് സ്നൈഡറിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ബാറ്റ്മാൻ ആയാലും സൂപ്പർമാൻ ആയാലും അതിനുശേഷം വണ്ടർ വുമൺ തൊട്ട് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ള എല്ലാ പടങ്ങളും, അക്വാമാൻ ആയാലും കംപ്ലീറ്റ്ലി അതൊരു ഡാർക്ക് യൂണിവേഴ്സ് ആയിരുന്നു. അതായത് നമുക്ക് അതിൻ്റെ സിനിമ മൂഡ് കാണുമ്പോൾ തന്നെ അറിയാം, അത് അതിനുശേഷം വന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. DC ഒരു അവിയലും ചമ്മന്തിയൊക്കെ കൂട്ടിക്കുഴച്ച് വിഴുങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. പോട്ടെ, എല്ലാം പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നും പറഞ്ഞ് അവർ മാറ്റി എറിഞ്ഞ് ചാടിക്കുത്തി കളഞ്ഞ് ഇപ്പം ഇതാ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർമാനായിട്ട് വന്നിരിക്കുകയാണ്. അതും ജെയിംസ് ഗൺ, ദ മാസ്റ്റർ മൈൻഡ്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ട്രിയോളജിയുടെ സംവിധായകനായിട്ടുള്ള മാർവൽ യൂണിവേഴ്സിലെ സംവിധായകനായിട്ടുള്ള ജെയിംസ് ഗൺ ആണ് സൂപ്പർമാൻ. ഇപ്പം 2025 വരാൻ പോകുന്ന സൂപ്പർമാൻ ജൂലൈ ആവണം ഗൈസ്, 6-7 മാസമുണ്ട്. അയ്യോ, അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ട്രെയിലർ കണ്ടിട്ട്. സാധാരണ നമുക്കറിയാം, ഇതുവരെയുള്ള ഏതൊരു കോമിക് ബുക്സ്, കോമിക് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിനിമയാക്കുമ്പോഴും ബാറ്റ്മാൻ ആണ് സിനിമയെങ്കിൽ ബാറ്റ്മാൻ മാത്രമേ ഉണ്ടാവും. പക്ഷെ ശരിക്കും കോമിക് ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ ഒരു യൂണിവേഴ്സിൽ തന്നെ, ബാറ്റ്മാൻ്റെ കഥ നടക്കുന്ന യൂണിവേഴ്സിൽ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പം അത് ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലായി. കംപ്ലീറ്റ് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സർപ്രൈസസ്, അറ്റർലി മൈൻഡ് ബ്ലോയിങ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗ്രീൻ ലാൻഡേണിൻ്റെ ഹിൻറ്റ് ചെയ്തു, ബാക്കിയുള്ള ഹോക്കി എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. കംപ്ലീറ്റ്ലി അത്രയും കിടിലനായിട്ടുള്ളൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. 2 മിനിറ്റും 20 സെക്കൻഡാണ് ട്രെയിലറിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത്. എന്തായാലും ജെയിംസ് ഗണ്ണിൻ്റെ ഒരു ഡയറക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ ഒരു ഇതിലാണ്. ബ്രൈറ്റ് കംപ്ലീറ്റ്ലി, അത് നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാം അവർ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് വീണ്ടും തുടങ്ങുകയാണ്. DC സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ലാസ്റ്റ് എഴുതി കാണിച്ചിട്ടുള്ളത്. അത് ട്രെയിലർ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അതെനിക്ക് കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ട്രിയോളജി എന്നിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. DC സിനിമയിൽ മാർവലിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ പരസ്യം കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, റൈവൽറീസ് ആണ്. പക്ഷെ എന്തായാലും നമുക്കറിയാം, ഫാൻ ഫൈറ്റൊക്കെ DC മാർവൽ ഫാൻ ഫൈറ്റൊക്കെ നടക്കുന്നത് നമുക്കറിയാം. എന്തായാലും സൂപ്പർ ഹീറോ സിനിമകൾ കണ്ട് മടുത്ത് ഇരിക്കുകയാണ്. അതിപ്പോൾ എന്തായാലും ഓക്കെ, പക്ഷെ ഇതെന്തായാലും പോയി കാണണമെന്നുള്ളത് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് 100% വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെയിലറാണ് ഗൈസ് വന്നിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ വേഗം പോയി കാണുക. ഞാൻ 2 വട്ടം കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. സർപ്രൈസസ് ഉണ്ട്, സിനിമയിൽ തന്നെ സർപ്രൈസ് ഉണ്ട്, DCയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഒക്കെ നമുക്ക് പറയാം. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇതൊരു വീഡിയോ ഇരിക്കാൻ പറ്റിയില്ല, അത്ര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാം കംപ്ലീറ്റ്ലി പുതിയ ആൾക്കാരാണ്. സൂപ്പർമാൻ അടക്കം പുതിയ ആൾ വന്നു. ഡേവിഡ്, പുള്ളിയുടെ പേര് ഡേവിഡ് എന്നല്ലേ പേര്, ഞാൻ വിട്ടുപോയി. അപ്പോൾ ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല. ബാക്കി സിനിമാറ്റോഗ്രാഫറും എഡിറ്റിംഗ് മ്യൂസിക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും കട്ട വെയിറ്റിംഗ്.